കണ്ണൂർ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ തിരുവനന്തപുരം സ്വദേശിയായ RSS പ്രവർത്തകൻ അറസ്റ്റിലായി. വാഹനം തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ഇതോടെ കണ്ണൂർ ജില്ലയിൽ സംഘർഷമുണ്ടാക്കാൻ അന്യജില്ലകളിൽ നിന്നും RSS BJP സംഘടനകൾ ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യുകയാണെന്ന CPIM ആരോപണം തെളിയുകയാണ്. കണ്ണൂർ ജില്ലയിൽ സംഘർഷമുണ്ടാക്കാൻ അന്യജില്ലകളിൽ നിന്നും BJP RSS സംഘം ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യുന്നുവെന്ന ആരോപണം CPIM നേതാക്കളിൽ നിന്നും നേരത്തെ ഉയർന്നിരുന്നു. ഇത് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈയിടെ കണ്ണൂരിൽ നടന്നതും. ഹർത്താലിന്റെ മറവിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ച RSS BJP സംഘത്തെ കണ്ണൂർ തൊക്കിലങ്ങാടിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിലൊരാൾ തിരുവനന്തപുരം സ്വദേശിയായിരുന്നു. RSSന്റെ ഗ്രാമപ്രചാരക് ദിനുവാണ് പോലീസ് പിടിയിലായത്. തിരുവനന്തപുരത്ത് നിന്നും തൊക്കിലങ്ങാടിയിലെത്തി ഹർത്താൽ മറവിൽ വാഹനങ്ങൾ തടഞ്ഞുവെക്കുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഘത്തിൽ ഇയാളുമുണ്ടായിരുന്നു. CPIM പ്രവർത്തകൻ ധൻരാജ് വധക്കേസ് പ്രതികൾ പിടിയിലായപ്പോൾ ഒരാൾ തിരുവനന്തപുരം സ്വദേശിയായിരുന്നു. RSS പ്രചാരക് കണ്ണനാണ് ധൻരാജ് വധക്കേസിലെ ഒരു പ്രതി. കണ്ണൂർ ജില്ലയിൽ നടന്ന എല്ലാ അക്രമ സംഭവങ്ങളിലും ഇത്തരത്തിൽ അന്യജില്ലകളിൽ നിന്നുള്ള RSS ക്രിമിനൽ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടെന്നും അവരെല്ലാം മുൻപ് പോലീസ് പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്നുമുള്ള ആരോപണവും ശക്തമാവുകയാണ്. PB ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.